ഇപ്പോൾ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ ഒന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഒരു ടോപ്പായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം സ്കിൽഫുള്ളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ ചിന്തിക്കുന്ന രീതി, അല്ലെങ്കിൽ അയാളുടെ വിഷൻ അതെന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആദ്യം നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ ആവുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ബി അട്രാക്റ്റീവ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, അട്രാക്റ്റീവ് ആവാമെന്ന് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്താൽ ഒരുപാട് എക്സസൈസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഫേസ് വാഷ്, സ്കിൻ കെയർ, അങ്ങനെ ഒരുപാട് റൂട്ടീൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ ഒരു അട്രാക്റ്റീവായ, ഒരു കരിസ്മാറ്റിക് ആയ, അല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവാൻ ശ്രമിച്ചാലാണ്, അല്ലെങ്കിൽ ആവാൻ ശ്രമിക്കല്ലേ, ഇതുപോലെ ഈ അട്രാക്റ്റീവ് ആയ ഒരാളെ മനുഷ്യനെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാലാണ് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാരെ നമുക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് വലിയ പ്രാസംഗികന്മാർ, ഇവരെല്ലാം പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവരെ മനസ്സുകൊണ്ട് വളരെയധികം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കും. താൻ വളരെ കൃത്യമായി, അല്ലെങ്കിൽ വളരെ ടോപ്പായിട്ട് പബ്ലിക് സ്പീക്കിംഗ് പെർഫോമൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. ഇതുകൊണ്ട് ആൾക്കാരുടെ റിയാക്ഷൻ, വളരെ നല്ല പോസിറ്റീവ് റിയാക്ഷൻ ഇവർക്ക് കിട്ടുന്നതായിട്ട് ഇവരിങ്ങനെ വിഷ്വലൈസ് ചെയ്യാറുണ്ടായിരുന്നു. ഈ ഒരു കാരണത്താൽ അവർ ആ സ്റ്റേജിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ അവർ ഏറ്റവും ടോപ്പിലെത്തിക്കാൻ ഇത് അവരെ വളരെയധികം സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷ്വലൈസേഷന് ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ മതി വിഷ്വലൈസേഷൻ, ഹൗ ടു വിഷ്വലൈസ്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ, ഇതിന് നമ്മുടെ സംസാരത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പല ഏരിയകളിൽ, ബിസിനസ്സിൻ്റെ ഏരിയകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ ഏരിയകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ പോലും ഈ വിഷ്വലൈസേഷൻ വളരെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒബ്സർവിങ് ആണ്. എന്താണ് ഒബ്സർവിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്? അതായത് നിരീക്ഷണം. എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കുക? നമ്മളതിൽ പല ആൾക്കാരും, ഇതിൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഇൻട്രോവേർട്സ് ആണ്. അതുപോലെ തന്നെ സംസാരിക്കാൻ പ്രയാസമുള്ള ആൾക്കാരാണ്, ഒരു പേടിയുള്ള ആൾക്കാരാണ്, ഓക്വേർഡുള്ള ആൾക്കാരാണ്. ഇവരെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഒബ്സർവിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള നിങ്ങൾ ഒരു പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കുക, എന്നിട്ട് ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക. അവരെന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നല്ല അടിപൊളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അട്രാക്റ്റീവ്, നല്ല കരിസ്മാറ്റിക് ആയ മനുഷ്യന്മാർ, ഇവരെങ്ങനെയാണ് മറ്റുള്ള മനുഷ്യന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇതിനെങ്ങനെ ഒബ്സർവ് ചെയ്യും, എങ്ങനെ ആൾക്കാർ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ വളരെ എല്ലാ മനുഷ്യന്മാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ വിഡ്ഢിത്തങ്ങൾ പറയുന്ന ഒരു കൂട്ടരുണ്ട്, വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെല്ലാം വാച്ച് ചെയ്യണം. ഒരു സ്റ്റോയിസിസത്തിൽ പറയുന്ന ഒരു സ്റ്റോയിക്കായ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ വിഡ്ഢികളെ കണ്ടിട്ടാണ് എൻ്റെ വിഡ്ഢിത്തങ്ങളെ ഒഴിവാക്കിയത്. ആ വിഡ്ഢിത്തത്തിൽ പോലും ഒബ്സർവ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരൊക്കെ മണ്ടന്മാരാണ്, ഇവരെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഓരോ കുട്ടികളിൽ മുതൽ വലിയ ആൾക്കാരെ വരെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒബ്സർവേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. നമുക്ക് എന്താണ് അവരിൽ നിന്ന് വെറുക്കുന്ന സ്വഭാവം, അതിനെ നമ്മൾ ഒഴിവാക്കുക. എന്താണ് അവരിൽ നിന്ന് പോസിറ്റീവായ കാര്യം, അത് നമ്മൾ എടുക്കുക. ഈ ഒരു ശൈലി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഒബ്സർവിങ് കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം കിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും മസ്റ്റായി നമ്മളെ മൈൻഡ് സെറ്റ്, ഒരു കമ്മ്യൂണിക്കേറ്ററിൻ്റെ മൈൻഡ് സെറ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്മ്യൂണിക്കേറ്ററിൻ്റെ തോട്ടിനെ കുറിച്ചാണ്. ഒരു എഫക്റ്റീവ് കരിസ്മാറ്റിക് ആയ ഒരു മനുഷ്യൻ്റെ, ഹൈ വാല്യൂ മാൻ്റെ ഒരു തോട്ട്, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യന്
ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന സമയത്ത് ഇയാളെ ചിന്തയുടെ ഇടയിൽ ഒരു സാധാരണ മനുഷ്യന് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ അയാൾ അവിടെ നിന്ന് ഗെയിമിൻ്റെ കാര്യം, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ കാര്യം, അല്ലെങ്കിൽ താൻ കണ്ട സീരീസിൻ്റെ കഥ, ഇതൊക്കെയാണ് അയാളെ ചിന്തയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു ബബ്ബ അയാളെ കയ്യിൽ വായിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചിന്തിക്കൽ, എങ്ങനെയാണ് നമ്മളെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? നമുക്കൊരിക്കലും നമ്മളെ ചിന്തകളെ ഒരിക്കലും നിർത്താൻ കഴിയില്ല. പക്ഷെ എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഹൈലി എഫക്റ്റീവായ സോഷ്യൽ സ്കില്ലുള്ള ആൾക്കാർ ഈ ചിന്തകളിൽ നിന്ന് അവർ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? അതായത് ആ ചിന്തയിൽ നിന്ന് ആ സോഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് ഒരു ഫ്ലോയിൽ കിടക്കുകയാണ്, ഒരു സോഷ്യൽ ഫ്ലോ സ്റ്റേറ്റിലോട്ട് ഒരു കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുക? തരാനുള്ളത് 2 സിമ്പിൾ ടെക്നിക്കാണ്. ഒന്നെന്താ വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മളെ ചിന്തയെ ശ്രദ്ധിക്കുക. അത് നമ്മളെ ചിന്തയെ കുറക്കാൻ നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും. ബ്രീത്ത് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സോഷ്യൽ സിറ്റിങ്സിൽ നമ്മൾ പലപ്പോഴും അവിടെ ചെന്ന് നമ്മൾ ഒരുപാട് ബോഡി ലാംഗ്വേജിനെ പറ്റി വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമ്മൾ വൈഡ് ഷോൾഡർ, വലിയ വൈഡ് ലെഗായിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ വെക്കും. പക്ഷേ അവിടെ അവർ പിടിച്ച് നിർത്താണ്, നമ്മളവിടെ ലോക്കായി നിൽക്കുകയാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ആയാലോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ വൈബ്രേഷൻ, അല്ലെങ്കിൽ ആ ഒരു എനർജിയെ നമുക്ക് പുറത്ത് എടുക്കാൻ കഴിയാറില്ല. അപ്പോൾ ഈ ബ്രീത്ത് ചെയ്യുന്ന ആ ഒരൊറ്റ സമയത്ത് നമ്മളെ ചിന്തകളായാലും നമ്മളെ ഉള്ളിലുള്ള എനർജികളായാലും നമുക്കതിനെ എഫക്റ്റീവായി പുറത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ബ്രീത്തിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. ഇനി 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ്. എന്താണ് ഗൈസ് മൈൻഡ്ഫുൾനെസ്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സാങ്കേതിക വിദ്യകളായി ഒരുപാട് വളർന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റ് കൺസപ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിവരങ്ങൾ, ഇൻഫോർമേഷൻ, ഒരു ദിവസം നമ്മൾ കേൾക്കുന്ന ഇൻഫോർമേഷൻ നമ്മുടെ ഫോണിൽ നിന്നാണെങ്കിലും നമ്മളെ വാർത്തയിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരു ദിവസം കിട്ടുന്ന ഇൻഫോർമേഷൻ അത് വളരെ അധികമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അധികമാണ്. നമ്മൾ ഒരു ദിവസം ഒരു ഷോർട്സിൽ നിന്ന് നമുക്ക് 2 മിനിറ്റിന് നമുക്ക് ഒരു കുറഞ്ഞ ശതമാനം കാണും ഇൻഫോർമേഷൻ കിട്ടുന്നു. അത് പിന്നെ അടിയിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ മണിക്കൂറുകളോളം വ്യത്യസ്ത ഇൻഫോർമേഷൻ നമ്മൾ തലയിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പലപ്പോഴും നമ്മളെ തലച്ചോറിനെ മര്യാദക്ക് പ്രോസസ്സ് ചെയ്യുമ്പോഴും കഴിയില്ല. അപ്പോൾ നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ തലച്ചോറിൽ ഈ ഒരുപാട് ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മര്യാദക്ക് ഒരു സംസാരിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തോടെ ഒരാളോട് സംസാരിക്കാൻ വളരെ പ്രയാസമുള്ള അവസ്ഥയാണ്. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ് സംസാരം, നമുക്കറിയാം നമുക്ക് ആവശ്യമാണ് സംസാരം. നമ്മൾ സംസാരിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലും. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മളെ മൈൻഡ് ബ്ലാങ്ക് ആവുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ഇൻട്രസ്റ്റ് പോകുന്നു, നമ്മൾ ബോറിങ്, നമുക്ക് ആകെ ചടക്കുന്നു, ഈ സംസാരം പെട്ടെന്ന് മടുക്കുന്നു. അപ്പോൾ എന്താണ് ഇതിന് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓവർ ഇൻഫോർമേഷനാണ്. നമ്മൾ ഒരു ദിവസം ഓവറായി നമ്മളെ തലച്ചോറിൽ ഇൻഫോർമേഷൻ വീണ്ടും ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേമാതിരി ഓവർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സീരീസുകൾ, സിനിമകൾ, ഷോർട്സുകൾ, അങ്ങനെ നമുക്ക് പ്ലഷർ തരുന്ന, ഓവറായിട്ട് തരുന്ന ഒരുപാട് സംഭവങ്ങൾ. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു പ്ലഷർ അവിടെ കിട്ടുന്നില്ല. അത് മൈൻഡ്ഫുൾനെസ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ജേണിയാണ്. അത് കുറച്ച് പ്രയാസമാണ് ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കാണുന്ന കണ്ടന്റുകൾ കുറച്ച് കുറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്ര കണ്ടന്റ് കാണുന്നു നമ്മൾ അറിയാതെ പോകുന്നു. കാരണം അങ്ങനെയാണ് നമ്മുടെ ഈ സൊസൈറ്റി ആക്കി വെച്ചത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ടെക്നോളജിയെ നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പ്രശ്നങ്ങളെ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മൈൻഡ്ഫുൾനെസ്സിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി
ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിക്കേഷനിൽ വളരെ വളരെ എഫക്റ്റീവായി, ഏതൊരു സോഷ്യൽ സ്കില്ലിലും വളരെയധികം എഫക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയണ ഒരു അണ്ടർ റേറ്റഡ് ഹൈലി എഫക്റ്റീവ് സ്കില്ലാണ് ലിസൺ. ഫാമിലിയിലാണെങ്കിലും നമ്മളെ അറിയുന്ന ചങ്ങായിമാരുടെ കൂട്ടത്തിലാണെങ്കിലും നമ്മളെ നാട്ടിലാണെങ്കിലും നമ്മൾ ഒരു ഒക്കേഷനിൽ പോകുന്ന സമയത്ത് പല ആൾക്കാരും സംസാരിക്കുന്നത് കേൾക്കാൻ അവർ നിൽക്കാറില്ല. ശരിയാണ്, പലരും സംസാരം നമുക്ക് കേൾക്കാതിരിക്കുന്നതാണ് ചിലപ്പോൾ നല്ലത് എന്ന് തോന്നിപ്പോകും. കാരണം അവരെ വിഡ്ഢിത്തങ്ങളും അല്ലെങ്കിൽ അവരെ പൊട്ടത്തരങ്ങളും അതൊക്കെ നമ്മൾ എന്തിനാണ് കേട്ടിരിക്കണമെന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കും. പക്ഷേ ഞാൻ അതിന് മുമ്പത്തെ ഒരു കാര്യമുണ്ട്, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ കാര്യം. ഈ ഒരു കാര്യം നമ്മൾ മര്യാദക്ക് പ്രാക്ടീസ് ആണെങ്കിൽ ഈ അനാവശ്യമായ വിഡ്ഢിത്തങ്ങളും പൊട്ടത്തരങ്ങളും നമ്മളെ തലച്ചോറിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ളത് കാര്യങ്ങൾ മാത്രമേ നമ്മളെ എഫക്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഈ അനാവശ്യമായ കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യും വിചാരിച്ചിട്ട് ഓരോ ആൾക്കാർ കേൾക്കാതിരിക്കാൻ ശ്രമിച്ചാൽ ഇത് മാത്രം ആൾക്കാർ പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. അല്ലെ ആൾക്കാരുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവരുടെ അറിവുകൾ അല്ലെങ്കിൽ അവർക്ക് എല്ലാ മനുഷ്യന്മാരും അവരെ വ്യത്യസ്ത അനുഭവങ്ങളുണ്ട്. അവർക്ക് വ്യത്യസ്ത വിജയങ്ങൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവൻ ചെറിയ കുട്ടികൾ പോലും അവർക്ക് പോലും അവരെ വിജയിക്കാനുള്ള അവരുടെ കഥകൾ പറയാനുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ എത്രയോ ഉയരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരേക്കാളും കൂടുതൽ ടോപ്പിലോട്ട് നമുക്ക് എത്താൻ കഴിയും. ഇനി സോഷ്യലിൻ്റെ സിറ്റുവേഷനിലെ കാര്യത്തിലാണെങ്കിലും ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡ് സോഷ്യൽ വാല്യൂൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരുപാട് പോയിന്റുകളുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നമ്മൾ ആവശ്യത്തിന് ഇനിയും വീഡിയോകൾ വിടുന്നതാണ്. താങ്ക് യു.